ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അശ്വതിയുടെ വീടാണ്. ജപ്തി നടപടികളെല്ലാം ഒഴിവായിട്ടുണ്ടെന്നും കാശൊക്കെ അടച്ചു തീർത്തിട്ടുണ്ടെന്നും പറഞ്ഞ് ബാങ്കുകാർ അവിടെ നിന്ന് പോകുമ്പോൾ അഖിൽ പറയുകയാണ്, ഇനി സസ്പെൻഷനിലിരിക്കുന്ന SIക്കും ഇവിടെ നിന്ന് പോകാം. ഇത് കേൾക്കുന്ന ജയേഷ് ദേഷ്യത്തോടെ അവരെ നോക്കുമ്പോൾ അഖിലും ശ്യാമയും പറയുകയാണ്, ഇതൊക്കെ ഞങ്ങൾ കുറേ കണ്ടിട്ടുള്ളതാ, നിങ്ങളിപ്പോൾ പോകാൻ നോക്ക്. അങ്ങനെ ജയേഷ് അവിടെ നിന്ന് പോകാൻ നേരം പിന്നിൽ നിന്നും വിളിച്ചിട്ട് അഖിൽ ചോദിക്കുകയാണ്, താലിയെടുക്കാൻ മറന്നില്ലല്ലോ അല്ലേ? ഇത് കേൾക്കുന്ന ജയേഷ് ഒന്നുകൂടി ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് ശ്യാമയെ കെട്ടിപ്പിടിച്ച് നന്ദി പറയുകയാണ് അശ്വതി. അല്ല ശ്യാമേ, നിങ്ങൾ എങ്ങനെയാ കൃത്യസമയത്ത് ഈ ജപ്തി നടപടിയെക്കുറിച്ച് അറിഞ്ഞത്? ശ്രീകുട്ടിയാണോ നിങ്ങളെ അറിയിച്ചതെന്ന് അശ്വതി ചോദിക്കുമ്പോൾ അതേയെന്ന് ശ്യാമ പറയുന്നു. തുടർന്ന് നടന്ന കാര്യങ്ങളെല്ലാം ശ്യാമ പറയുകയാണ്. മുറിയിലിട്ട് പൂട്ടിക്കഴിഞ്ഞതിന് ശേഷം ശ്രീകുട്ടി അശ്വതിയുടെ ഫോൺ അവിടെ ഇരിക്കുന്നത് കാണുകയാണ്. അതിൽ നിന്നും അരുണിനെ വിളിച്ച് മോള് കാര്യങ്ങളെല്ലാം പറയുന്നു. ഇത് കേൾക്കുന്ന അരുൺ ദേഷ്യത്തോടെ അശ്വതിയുടെ വീട്ടിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ അഖിലും ശ്യാമയും കാര്യങ്ങൾ തിരക്കുകയും അരുണിനെ തടഞ്ഞിട്ട് അവര് അശ്വതിയുടെ വീട്ടിലേക്ക് വരികയും ചെയ്യുന്നു. ഇത് കേൾക്കുമ്പോൾ അശ്വതിക്ക് സന്തോഷമാകുന്നു. തുടർന്ന് അശ്വതിയും അഖിലും ശ്യാമയും കൂടി ചെന്ന് ശ്രീകുട്ടിയെ തുറന്നു വിടുകയാണ്. തുടർന്ന് ശ്യാമ വനജയോട് പറയുകയാണ്, അമ്മേ, എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളോട് പറയാൻ മടിക്കണ്ട, നിങ്ങളുടെ എല്ലാ ആവശ്യത്തിനും ഞങ്ങൾ മുന്നിൽ തന്നെ ഉണ്ടാകും. അത്രയും പറഞ്ഞിട്ട് അഖിലും ശ്യാമയും അവിടെ നിന്നിറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ടെൻഷൻ അടിച്ചിരിക്കുന്ന ഐശ്വര്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് സുരഭി. മോളെ, നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കാനാ ഞാൻ വന്നത്. ഒരു 10 ലക്ഷം രൂപ അത് വേണം, അത്യാവശ്യമാ. എൻ്റെ കയ്യിൽ ഇപ്പോൾ മറിക്കാനായിട്ട് ക്യാഷ് ഒന്നുമില്ല, ക്യാഷ് വരുമ്പോൾ ഞാൻ നിനക്ക് തരാമെന്നും സുരഭി പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, എൻ്റെ മമ്മി, 10 ലക്ഷം പോയിട്ട് 10,000 പോലും ഇപ്പോൾ എൻ്റെ കയ്യിൽ എടുക്കാനില്ല. ഇത്രയും രൂപ ഞാനിപ്പോൾ എവിടെ നിന്ന് എടുത്തു തരാനാണെന്ന് ഐശ്വര്യ പറയുമ്പോൾ സുരഭി പറയുകയാണ്, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, എനിക്കിപ്പോൾ 10 ലക്ഷം രൂപ വേണം, എൻ്റെ ഒരു അത്യാവശ്യത്തിനാണ്. എൻ്റെ മമ്മി, മമ്മി ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് എടുത്തു തരാനാണ്? മമ്മി എന്തൊക്കെ പറഞ്ഞിട്ടാ ഇങ്ങോട്ടേക്ക് വന്നത്? ശ്യാമയെ തിന്നുമെന്നോ കൊല്ലുമെന്നോ കുഞ്ഞിനെ നശിപ്പിക്കുമെന്നോ? എന്നിട്ട് എന്തായി? ഇത്രയും ദിവസമായിട്ടും ഒന്നും നടന്നില്ലല്ലോ. ശ്യാമ ഇപ്പോഴും ഇവിടെ ഓടിച്ചാടി ഹാപ്പി ആയിട്ട് തന്നെയാ നടക്കുന്നത്. മമ്മി വെറുതെ വാചകം മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായെന്നൊക്കെ ഐശ്വര്യ പറയുമ്പോൾ സുരഭി പറയുകയാണ്, എൻ്റെ മോളെ, എനിക്കൊരു അവസരം കിട്ടാത്തത് കൊണ്ട് മാത്രമാ. എനിക്കങ്ങനെ തോന്നുന്നില്ല മമ്മി. എൻ്റെ മോളെ, നീ കണ്ടോ, എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ശ്യാമയുടെ കാര്യത്തിൽ തീരുമാനമാക്കി തരാം. നീ ഇപ്പോൾ അത്യാവശ്യമായിട്ട് ഞാൻ പറഞ്ഞ തുക എൻ്റെ അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യ്. മമ്മി, ഞാൻ പറഞ്ഞത് സത്യമാ, എൻ്റെ കയ്യിലിപ്പോൾ 10,000 രൂപ പോലും എടുക്കാനില്ല. ഇത് കേൾക്കുന്ന സുരഭി ഞെട്ടലോടെ ഐശ്വര്യയെ നോക്കുകയാണ്. മമ്മിക്കറിയില്ലേ, എനിക്കിപ്പോൾ കമ്പനിയിൽ ചെയർപേഴ്സൻ്റെ സ്ഥാനമൊന്നുമില്ല. ചെയർപേഴ്സൺ സ്ഥാനത്തിരുന്നപ്പോഴേ പല വിധത്തിൽ ലക്ഷങ്ങളുടെ തിരിമറി ഞാൻ നടത്തിയിട്ടുണ്ട്. അതേസമയം ഇതെല്ലാം പുറത്തുനിന്ന് കേൾക്കുന്ന ശ്യാമ ഞെട്ടലോടെ നിൽക്കുകയാണ്. ഞാൻ തിരിമറി നടത്തിയ തുകയിൽ നിന്നും കുറേയൊക്കെ മമ്മിക്കും തന്നിട്ടുണ്ട്, അതെല്ലാം മമ്മിക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. ഇപ്പോഴേ ആ പദവിയിലിരിക്കുന്നത് ശ്യാമയാണ്, അതുകൊണ്ട് 10 ലക്ഷം പോയിട്ട് 1 ലക്ഷം പോലും എനിക്കിപ്പോൾ കിട്ടില്ല. എന്നെ കൊണ്ട് മമ്മിയെ സഹായിക്കാനേ ഒരു നിവൃത്തിയുമില്ലെന്ന് പറഞ്ഞ് ഐശ്വര്യ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. അതേസമയം ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ശ്യാമ പറയുകയാണ്, മമ്മിയും മോളും തമ്മിൽ എന്തോ വലിയ പ്രശ്നമാണെന്നാ തോന്നുന്നത്. എന്താണെങ്കിലും ഈ കുടുംബത്തെ തകർക്കാൻ പറ്റുന്ന എന്തെങ്കിലും ആയിരിക്കും അവരുടെ കയ്യിലുള്ള പ്രശ്നം. എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്നും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശ്യാമ അമൃതയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് താൻ കേട്ട കാര്യമെല്ലാം ശ്യാമ അമൃതയോട് പറയുമ്പോൾ അമൃത പറയുകയാണ്, നമ്മുടെ കുടുംബത്തിന് ദോഷം വരുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിലേ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം. ഇത് കേൾക്കുന്ന ശ്യാമയും അതിനെ ശരിവെക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് 10 ലക്ഷത്തിന്റെ കാര്യമുറത്ത് ടെൻഷനോടെ ഇരിക്കുന്ന സുരഭിയെയാണ്. അതേസമയം ഐശ്വര്യ സുരഭിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോഴാണ് അരുൺ അങ്ങോട്ടേക്ക് വരുന്നത്. സമയം നോക്കിയിട്ട് ഐശ്വര്യ പറയുകയാണ്, മമ്മി, അരുൺ വരുന്ന സമയം കണ്ടില്ലേ? ആ അശ്വതിനെ കാണാൻ അവളുടെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാണ്. ഞാൻ ചോദിച്ച പണം പോലും നിന്റെ കയ്യിലില്ലല്ലോ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് സുരഭി ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, അരുണിനെ എൻ്റെ വരുതിയിലാക്കി തരികയാണെങ്കിലേ മമ്മി ചോദിച്ച പൈസ ഞാൻ വസുന്ധരാമ്മയുടെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റിയിട്ടാണെങ്കിലും എടുത്തു തരാം. അതേസമയം അരുൺ അകത്തേക്ക് കയറി വരികയാണ്. തുടർന്ന് സുരഭി ചോദിക്കുകയാണ്, ഈ നേരം എത്രയും നീ എവിടെയായിരുന്നു? ഗർഭിണിയായ ഒരു ഭാര്യ നിന്നെ കാത്തിരിക്കുകയാണെന്ന് നിനക്കെന്താ ഓർമ്മയില്ലേന്നൊക്കെ സുരഭി ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിൽക്കുകയാണ് അരുൺ. തുടർന്ന് അരുൺ പോകാനിരുങ്ങുമ്പോൾ സുരഭി വീണ്ടും പറയുകയാണ്, നിന്നോടാ ചോദിച്ചത്, നിനക്കെന്താ ചെവി കേൾക്കില്ലെന്നുണ്ടോ? നീ ഇത്രയും നേരം എവിടെയായിരുന്നെന്ന് എനിക്ക് പറയാൻ മനസ്സില്ലെങ്കിലോ എന്ന് അരുൺ പറയുമ്പോൾ അരുണിന്റെ ഷർട്ടിന്റെ കോളറിൽ കയറി പിടിച്ചിട്ട് സുരഭി പറയുകയാണ്, നീയെ പറഞ്ഞിട്ട് പോയാ മതി. തുടർന്ന് അരുൺ ദേഷ്യത്തോടെ സുരഭിയെ പിടിച്ച് തള്ളുമ്പോൾ
സുരഭിയുടെ കൂടെ ഐശ്വര്യയും സെറ്റിയിലേക്ക് വീഴുകയാണ്. തുടർന്ന് എന്നെ കൊല്ലുന്നേ എന്ന് പറഞ്ഞ് സുരഭി നിലവിളിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വസുന്ധരയും ശ്യാമയും അമൃതയും കൂടി വരുന്നു. തുടർന്ന് അവരെല്ലാം ചേർന്ന് സുരഭിയെയും ഐശ്വര്യയും എഴുന്നേപ്പിച്ച് നിർത്തുമ്പോൾ എൻ്റെ അമ്മ ഇത്രയും നേരം എവിടെയായിരുന്നെന്ന് ചോദിച്ചതിനാ അരുൺ ഞങ്ങളെ തള്ളിയിട്ടതെന്ന് ഐശ്വര്യ പറയുന്നു. എന്താ ഏട്ടാ ഇതൊക്കെയെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ സുരഭി പറയുകയാണ്, എൻ്റെ മോളെ ഇങ്ങോട്ടേക്ക് ആർഭാടമായി തന്നെയാ കെട്ടിച്ചയച്ചത്. ഒരു കുറവും ഞങ്ങൾ ഇവൾക്ക് വരുത്തിയിട്ടില്ല. ഇവളെയാണ് നിങ്ങളെല്ലാവരും കൂടി ഇവിടെ ഇട്ട് ഒറ്റപ്പെടുത്തുന്നത്. ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്നത് നീയാണെന്ന് എനിക്കറിയാമെന്ന് സുരഭി ശ്യാമയെ നോക്കിയും പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.